ശശികല വിഷകല ആ രീതിയിലേക്ക്, അതായത് സർപ്പത്തേക്കാൾ വലിയ രീതിയിലേക്കുള്ള വിഷമുള്ള ഒരാളാണ് ശശികല. ഏത് കാര്യത്തിന് അവര് ആ പറഞ്ഞ അത്തരം രീതിയിലേക്ക് ജീവിതം അവസാനിപ്പിച്ചൂടെ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് വിഷപ്പാമ്പ് എന്ന് എങ്ങനെ പേര് വന്നു? അതെ, അവർക്ക് എന്തും വിളിക്കാമല്ലോ. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ വിഷമുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമല്ലോ. പാമ്പിനേക്കാൾ വിഷമാണ് ശശികല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കീമോതെറാപ്പി വിഷമാണല്ലോ. കാരണം ഒരിക്കലും നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയേക്കാളും നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ചിലപ്പോൾ പാതി തെറ്റുകൾ ഉണ്ടാകാം, ചിലപ്പോൾ മുഴുവൻ തെറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതാവില്ല അതിന്റെ സന്ദർഭം. അത്തരത്തിൽ തിരുത്തി തരികയല്ലേ വേണ്ടത്, അതല്ലാതെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ BJP ഹിന്ദു സമൂഹത്തോട് മാത്രമായിട്ട് അനുഭവം കാണിക്കരുത്. കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഹിന്ദു സമുദായത്തോട് മാത്രം അധികാരം അവകാശം കാണിക്കരുത്. കാരണം ഒരു ഭരണാധികാരി എല്ലാവരോടും തുല്യമായി പെരുമാറണം. എന്നാൽ ആരെങ്കിലും ഒരാൾ പെരുന്നാൾപ്പറ കണ്ടു എന്നാണ് അത് നീയാരാ പറയാൻ എന്നതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്, പള്ളികൾക്കുള്ളിൽ പ്രശ്നങ്ങൾ നടന്നുണ്ട്. ഇപ്പൊ അവരൊന്ന് ഒതുക്കി വെക്കുകയാണ്. കാരണം ഇതെങ്ങാനും ഈ RSS BJP ഉപയോഗപ്പെടുത്തിയാലോ എന്നുള്ള നിലയിൽ ഒരു കൃത്രിമമായ ഒരു ഭാവം അതല്ലേ കൂട്ടിയോജിപ്പിക്കുക എന്ന് പറയുന്നത്. യോജിച്ചിട്ടില്ല. ഞാനൊരു ശവമടക്ക ചടങ്ങിന് പോയി, എത്ര നിലവിളക്ക് വെക്കണം എന്ന് പോലും ആൾക്കാർക്ക് ബോധമില്ല. അല്ല വേണ്ടെന്നേ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയാണ് മരിച്ചതെങ്കിൽ ഇവിടുത്തെ ചടങ്ങ് പ്രകാരം ചെയ്യുക. നമസ്കാരം, ഞാനിപ്പോ ഇരിക്കുന്നത് ശശികല ടീച്ചർ അടുത്താണ്. നമസ്കാരം. നമസ്തേ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പോകുന്നു. ഓണല്ലേ വരുന്നത്. അതെ, ഓണത്തിന് എന്തൊക്കെയാ എല്ലാ മുൻകൂറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തോ? ആണല്ലേ. പൊതുവെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലേക്കുള്ള ആക്രമണം താങ്കൾക്ക് വരാറുണ്ടല്ലേ? മാങ്ങയുള്ള മാവുമ്പോഴല്ലേ കല്ലേറുണ്ടാവുള്ളൂ. അതെ, അത്തരം രീതിയിലേക്ക് പോസിറ്റീവായി കാണുന്നു. ആണ്. എന്തൊക്കെയാ ഇപ്പൊ BJP-യിൽ 2-3 ആളുകളൊക്കെ രാജിവെച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? BJP-ക്കാരോട് ചോദിക്കണതല്ലേ ഭംഗി. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാത്ത ഞാൻ എന്ത് പറയാൻ അതിനെ പറ്റിയിട്ട്? രാഷ്ട്രീയത്തിൽ പോവുകയില്ല, രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. അന്നും ഇന്നും ഒരേ തീരുമാനം. അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ പാർട്ടിയിൽ അംഗത്വമൊന്നുമില്ല ആളല്ല, ഇലക്ഷന് വേണ്ടി മാത്രം അംഗത്വം എടുത്തു. അത് രാഷ്ട്രീയത്തോടുള്ള വിരോധം കൊണ്ടല്ല, എനിക്ക് രാഷ്ട്രീയം വഴങ്ങില്ല എന്നുള്ളത് കൊണ്ടാണ്. താങ്കളെ വീണ്ടും സമീപിച്ചായിരുന്നോ? അല്ല, അതിനുശേഷമൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ സോൺ അതിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ സുഖം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഒരു വഴിക്കില്ല എന്നുള്ളത്. ഇത്തരം രീതിയിലേക്ക് പല ദേവനടക്കം ഇപ്പൊ അടുത്ത് അതിൽ നിന്ന് പോയി. BJP-യുടെ നേതൃത്വത്തെക്കുറിച്ച് നേതൃത്വം അത്ര ഭംഗിയിലല്ല പോകുന്നത് എന്നുള്ള വല്ല ധാരണ ഉണ്ടോ? കാരണം അത് രാഷ്ട്രീയം അതല്ലേ, എല്ലാ പാർട്ടിയിലും അത് തന്നെയല്ലേ. അതിങ്ങനെ വരും പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് രാഷ്ട്രീയം അത്ര കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന്റെ ഒരു വഴി ഇതാണ്. എല്ലാവരും അത്തരക്കാരല്ല, പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ ഭാഗ്യാന്വേഷികളാണ്. ഒരുത്തിയിൽ വരും, അവിടെ നിൽക്കും, അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, വഴിമാറിപ്പോവും. ഒരു ആദർശത്താൽ പ്രചോദിതരായാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യാന്വേഷികളായി ഇങ്ങനെ അലയില്ല. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രീയം തൽക്കാലം നമ്മുടെ ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു രാജ്യമായതുകൊണ്ടാകാം, വലിയ പലതരത്തിലുള്ള ജനങ്ങളുള്ളത് കൊണ്ടാകാം അത്തരം ഒരു രാഷ്ട്രീയ ശുദ്ധിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. താങ്കൾ ഒരിക്കൽ പോലും രാഷ്ട്രീയത്തിൽ പോയില്ല എന്നുള്ളത് തന്നെ. എനിക്ക് ഒട്ടും റൂട്ട് അതല്ല. എന്റെ റൂട്ട് അതല്ല. ഓരോരുത്തർക്കും ഓരോ ജന്മദൗത്യം ഉണ്ടാവുമല്ലോ. എന്റെ ദൗത്യം അതല്ല എന്നാണ് എനിക്ക്. അല്ല, താങ്കൾ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തെ ഉണർത്തുക എന്നുള്ള രീതിയിലേക്ക് പോവാ. എനിക്ക് സാമുദായികമായ കാര്യങ്ങൾ ചെയ്യുക, അതിപ്പോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോടുള്ള വെറുപ്പോ അതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ സംസ്കാരം, നമ്മുടെ സംസ്കൃതി അത് നിലനിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ ശരികൾ നിലനിന്ന് പോവുകയും തെറ്റുകളെ തെറ്റെന്ന് ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോവുകയും വേണം. അതല്ലാതെ ഒരു മതത്തിനോട് നമുക്ക് എതിരഭിപ്രായമൊന്നും ഇന്ന മതമേ നന്നാവൂ അതുമില്ല. പ്രശ്നങ്ങളില്ലാതെ പോകണമെങ്കിൽ സത്യത്തെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, സത്യത്തെ തുറന്നു തന്നെ പറഞ്ഞു, തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. ശശികല ടീച്ചറെ പോസ്റ്റ് പലപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ രീതിയിലേക്കുള്ള ആക്രമണം ഉണ്ടാവും അല്ലെ? ആക്രമണം അതെന്താന്ന് പറഞ്ഞാലേ ഒന്നും ചെറിയ കാര്യം. എന്താ ഇപ്പൊ ഒരു ശാശ്വതമായൊരു സത്യം പറഞ്ഞാലും അവരെ ഇട്ടത് ഞാനാണ് എന്നുള്ളതുകൊണ്ട് ഒന്നും വേണ്ട. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വെറുതെ ഞാനൊരു പോസ്റ്റ് ഇട്ട് ആരെങ്കിലും ഒരു നല്ല ഫോട്ടോ, എനിക്ക് ഫോട്ടോ എടുക്കാനൊന്നുമില്ല, ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് അസ്തമയ സൂര്യന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് തന്നാൽ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫോട്ടോ എടുത്താൽ ഉടനെ തുറന്നു വിഷം പാമ്പ് ടെമ്പ്. അപ്പൊ അത് എന്റെ കുറ്റമല്ല, ഞാനിടാൻ ഫോട്ടോ ഒരു പോസ്റ്റ് ഇടാൻ അവർ കാത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഈ വിഷപ്പാമ്പ് എന്ന് വിളിക്കാൻ കാരണം? എന്താ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് വിഷപ്പാമ്പ് എന്ന് എങ്ങനെ പേര് വന്നു? അതെ, അവർക്ക് എന്തും വിളിക്കാമല്ലോ. ഞാൻ പറഞ്ഞതിൽ അങ്ങനെ വിഷമുണ്ടെങ്കിൽ അവർക്ക് കേസ് കൊടുക്കാമല്ലോ. അത് കൊടുക്കാനല്ലോ. അല്ലെങ്കിൽ അത്തരത്തിൽ എന്തുകൊണ്ട് ഒരു ഭരണകൂടം നമ്മളോട് അനുകൂലമുള്ള ഭരണകൂടം അല്ല കേരളത്തിൽ. എന്നിട്ട് അവരൊന്നും എനിക്ക് ഈ ഞാൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ അല്ലെങ്കിൽ എന്റെ സംഭാഷണങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസെടുക്കുക? പാമ്പിനേക്കാൾ വിഷമാണ് ശശികല എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കീമോതെറാപ്പി വിഷമാണല്ലോ അല്ലേ, ആന്റിബയോട്ടിക് ചെറിയ തോതിലുള്ളൊരു വിഷമാണ്. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമല്ലേ.
വെറും ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ശശികല വിഷകല ആ രീതിയിലേക്ക്, അതായത് സർപ്പത്തേക്കാൾ വലിയ രീതിയിലേക്കുള്ള വിഷമുള്ള ഒരാളാണ് ശശികല എന്ന്. ഏത് കാര്യത്തിന് അവര് ആ പറഞ്ഞ അത്തരം രീതിയിലേക്ക് ജീവിതം അവസാനിപ്പിച്ചൂടെ എന്ന് വരെ ചോദിക്കുന്ന ആളുകളുണ്ട്. കാരണം അവരെന്നെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞു. കാരണം അവരുടെ പല ലക്ഷ്യങ്ങൾക്കും ഞാൻ അടക്കമുള്ള പലരും വിഘാതമാകുന്നു. സമാജത്തെ സത്യം അറിയിക്കുന്നില്ല. ഞാൻ മാത്രമല്ല, ഞാൻ അടക്കമുള്ള ധാരാളം ആളുകൾ. അപ്പൊ അതുകൊണ്ടുള്ള അസ്വസ്ഥതയാണ് അവരാ പ്രകടിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു പ്രസംഗം നടന്നാൽ അതിനെ എങ്ങനെയാണ്, അതിനെ ഖണ്ഡിക്കണം, കാര്യമാത്ര പ്രസക്തമായിട്ട് ഖണ്ഡിക്കണം. ആ പറഞ്ഞത് തെറ്റാണ്, ഇത് വസ്തുതാപരമായി വിരുദ്ധ അല്ലെങ്കിൽ ശരിയല്ല, അതല്ലെങ്കിൽ ഇതിൽ പാതിയേ സത്യമുള്ളൂ, അപ്പം അല്ലെങ്കിൽ ഇത് അതിശയോക്തിയാണ്, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിൽ അതിനെ ഖണ്ഡിക്കണം. പക്ഷേ എൻ്റെ കമൻറ്റുകൾ എടുത്ത് നോക്കൂ, ആ രൂപത്തിൽ അതിനെ വായിച്ചിട്ടുള്ളവർ എനിക്ക് തോന്നുന്നു 1% പോലും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തെ വിലയിരുത്തുമ്പോൾ ടീച്ചർ പറഞ്ഞ് ഇന്ന കാര്യം തെറ്റ്, വസ്തുതാപരമായി ഇതാണ് അതിൻ്റെ വസ്തുത, അങ്ങനെ പറയട്ടെ. അത് നമ്മൾ അത്തരം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഒരിക്കലും നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയേക്കാളും നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ചിലപ്പോൾ പാതി തെറ്റുകൾ ഉണ്ടാകാം, ചിലപ്പോൾ മുഴുവൻ തെറ്റായിരിക്കാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതാവില്ല അതിൻ്റെ സന്ദർഭം. അത്തരത്തിൽ തിരുത്തി തരികയല്ലേ വേണ്ടത്, അതല്ലാതെ തെറി വിളിച്ചിട്ട് എന്ത് കാര്യം? അപ്പോൾ അവർ ഇത്രയും കാലം തെറി വിളിച്ചില്ലേ, എന്നെ ഒരു പൊടി പുറകോട്ട് മാറ്റാൻ കഴിഞ്ഞു. അപ്പോൾ ആരാ ജയിച്ചത്? ഞാൻ അതാ ചോദിക്കുന്നത്. അതായത് ഇത്രയേറെ തെറികൾ വരുന്നു വലിയ രീതിയിലേക്ക്. ഞാൻ ഇപ്പം അടുത്തൊരു ട്രോള് കണ്ടു, അതായത് ഉഗ്രവിഷമുള്ള ജീവി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരവായി കൊടുത്തിരിക്കുന്നത് താങ്കളുടെ പേരാണ്. ആയിക്കോട്ടെ, സന്തോഷമുള്ള. അത്രയും ഇതിലേക്ക് വരുമ്പോൾ വിഷമമില്ല ഏതാണ്? ഒരു വിഷമമില്ല. എപ്പോഴെങ്കിലും ഒരു തവണ വിഷമം വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അങ്ങനെ വിഷമിച്ചാൽ ഞാൻ ഈ വഴിക്ക് വരുമായിരുന്നു. എനിക്ക് ഭാഗ്യാന്വേഷിയായി പോയിക്കൂടെ? അത്യാവശ്യം ഒരു സ്റ്റേജിൽ നിന്ന് 2 വാക്ക് പറയാനോ ഒക്കെ ഒരു കഴിവുള്ള ഒരാൾ ഏതെങ്കിലും ഒരു പാർട്ടി ചെന്നാൽ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഭാഗ്യാന്വേഷിയായി പോകാമായിരുന്നില്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നേരിടാൻ തയ്യാറായിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കണത്. അല്ലെങ്കിൽ എന്തു തന്നെ പറഞ്ഞ ഒരാളും അവരുടെ കൂട്ടിലെത്തിയാൽ അവർ ഏറ്റിക്കൊണ്ട് നടക്കുമല്ലോ. എത്ര അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ, ഇല്ലേ? പക്ഷെ അങ്ങനെ പോകാത്തത് എന്തുകൊണ്ടാണ്? ഞാനൊരു ഭാഗ്യാന്വേഷിയല്ല ഈ വിഷയത്തിൽ. എനിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ചില സത്യങ്ങൾ, ഒരിക്കലും അസത്യം എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയില്ല. അറിയാതെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ തിരുത്തി തരണം എന്നുള്ളത്. അസത്യമാണോ അർദ്ധസത്യമാണോ എന്ന് അറിഞ്ഞാൽ ഞാൻ പറയില്ല. എൻ്റെ കണക്കിൽ സത്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ. ഞാനൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചതിന് ശേഷം ഇത് പോസ്റ്റ് ഇടുള്ളൂ. ഇപ്പോൾ രാവിലെ കണ്ട ഒരാളുടെ ഒരു പോസ്റ്റ് കണ്ട അപ്പം തന്നെ ഞാൻ ഇതെടുത്ത് പോസ്റ്റ് ചെയ്യാറുന്നില്ല. ചിലർ ചോദിക്കുക എന്തേ എത്ര ഉറങ്ങിപ്പോയി, എന്തേ വൈകിപ്പോയി വെച്ചാൽ അത് ഞങ്ങൾക്ക് അതിനുള്ള സംഘടനാ സംവിധാനമാണ്. അതാത് സ്ഥലത്ത് അത് അന്വേഷിച്ച് അതെന്താണ് എന്ന് അറിഞ്ഞ് അതിന് ശേഷം മാത്രമേ പോസ്റ്റ് ഇടുള്ളൂ. ഇനി എന്നിട്ടും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഉടനെ തന്നെ അത് അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള മടിയില്ല. അപ്പോൾ ഇത് ഈ കാടിളക്കിയിട്ട് അവർ ഒരു പൊടിക്ക് എന്നെ പിന്നോട്ട് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ അവരുടെ ഈ ശ്രമം വിജയിച്ചു എന്ന് പറ്റില്ല. ഉറപ്പായി അതേ രീതി തന്നെ പോകും. എത്ര തെറി പറഞ്ഞാലും അതേ രീതിയിലേക്ക് പോകും. ടീച്ചർ എന്ന് പറയാൻ യോഗ്യത പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴൊക്കെ വിഷമം ഉണ്ടാവാറുണ്ട്. ഞാൻ 36 കൊല്ലം പഠിപ്പിച്ചത്. ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? അതൊന്നും അറിയാം. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ. എത്ര? 34 വർഷം. 36 കൊല്ലം പഠിപ്പിച്ചു. എന്ത് ടീച്ചറാണ്? ആദ്യം പ്രൈമറി UPS ടീച്ചറായിട്ടാണ് കയറിയത്. അവന് എല്ലാ വിഷയവും പഠിപ്പിക്കണം. 11 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹൈസ്കൂൾ ടീച്ചറായത്. ഹൈസ്കൂളിൽ സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു വിഷയം. ഹിന്ദു സമുദായം ഒരുമിക്കണം എന്നാണ് എപ്പോഴും പറയാം. എല്ലാ കൂട്ടായ്മകളും ഒരുമിക്കണം. ഹിന്ദു മാത്രമല്ല, അപ്പൊ നമ്മൾ ജാതി സംഘടനകൾ എന്തിനാ? ആ ജാതികൾക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ. നായർ സംഘടിക്കുന്ന ഈഴവനെതിരെയല്ല, ഈഴവൻ സംഘടിക്കുന്ന നായർക്കെതിരെയല്ല, പുലയൻ സംഘടിക്കുന്ന ആചാര്യക്കെതിരെയല്ല. അവരുടെ സമാജത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവർ സംഘടിക്കും. അധ്യാപകർ സംഘടിക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരല്ല, വിദ്യാർത്ഥികൾ സംഘടിക്കുന്നത് അധ്യാപകർക്കെതിരല്ല. ഏത് വിഭാഗമാണെങ്കിലും അവർ സംഘടിക്കണം. അതേപോലെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഹിന്ദു മതം. അപ്പൊ ഇതൊക്കെ സംഘടിക്കാമെങ്കിൽ തൊഴിലാളിക്ക് സംഘടിക്കാം, ചുമട്ട് തൊഴിലാളി. പക്ഷേ ഈ മുസ്ലിം മലയാളി, ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾ മലയാളി അസോസിയേഷൻ ഉണ്ട്, ഇല്ലേ? നമ്മൾ ഇന്ത്യ വിട്ടുപോയാൽ ഇന്ത്യൻ അസോസിയേഷനോ അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഭാഷയുടെ അടിസ്ഥാനം. ഇതൊക്കെ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുവിന് മാത്രം ഒരു കൂട്ടായ്മ? എനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സമുദായം ഒരുമിക്കുന്നുണ്ട്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരുമിക്കുന്നുണ്ട്. മുസ്ലിം സമുദായം ഒരു പ്രശ്നം വന്നാൽ ഒരുമിക്കുന്നുണ്ട്. ഹിന്ദു സമുദായം ഒരുമിക്കാത്തത് ഓരോ വിഭാഗങ്ങളെ മാറ്റി നിർത്തി അത്രയും രീതിയിലേക്ക് ഈ ആശാരി ഈ ഒരുപാട് സമുദായത്തിന്റെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊന്നും ഒരുമിക്കുന്നു എപ്പോഴെങ്കിലും ഈ എല്ലാ സമുദായവും ഒരുമിക്കും എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? തെറ്റായൊരു നമ്മുടെ ഒരു തെറ്റായ വായനയാണ്. കാരണം ക്രിസ്ത്യാനി ഒരുമിക്കുന്നു, മുസ്ലിം ഒരുമിക്കുന്നു, ഹിന്ദു ഒരുമിക്കുന്നില്ല എന്നുള്ളത് അത് തെറ്റായൊരു വായനയാണ് സമാജത്തെ പറ്റിയിട്ട്. ഹിന്ദുക്കൾ ഒരുമിച്ചതുപോലെ വേറെ ആരും ഒരുമിച്ചിട്ടില്ല. അവരിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ തർക്കം നടക്കുകയാണ്. മറ്റേ ഈ കുർബാന അഭിമുഖമായിട്ട് വേണോ പ്രതിമുഖമായിട്ട് വേണോ? അതിൻ്റെ പേരിൽ തല്ല് നടക്കുന്നു, വഴക്ക് നടക്കുന്നു, അല്ലേ? പള്ളികളിൽ ശവം വലിച്ചെറിയുന്നു. ഇത് യാക്കോബേറ്റിൻ്റെ മറ്റോൻ്റെ തന്നെ കോടതി വിചാരിച്ചിട്ടും സർക്കാർ വിചാരിച്ചിട്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് പള്ളി തർക്കങ്ങൾ നിലനിൽക്കുന്നത്.
അത് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിൽ. ഇപ്പൊ അടുത്താണ് ഒരു കുറച്ച് കൊല്ലങ്ങളായത്, അതായത് RSSും BJP മുതലെടുത്താലോ എന്ന് ഭയന്നിട്ടാണ്. മറ്റത് പെരുന്നാപ്പറ കണ്ടതിന്റെ പേരിൽ പോലും മലബാറിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും ഒരാൾ പെരുന്നാൾപ്പറ കണ്ടു എന്നാണ് അത് നീ ആരാ പറയാൻ എന്നതിന്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. പള്ളികൾക്കുള്ളിൽ പ്രശ്നങ്ങൾ നടന്നുണ്ട്. ഇപ്പൊ അവരൊന്ന് ഒതുക്കി വെക്കുകയാണ്. കാരണം ഇതെങ്ങാനും ഈ RSS BJP ഉപയോഗപ്പെടുത്തിയാലോ എന്നുള്ള നിലയിൽ ഒരു കൃത്രിമമായ ഒരു ഭാവം കൂട്ടിയോജിച്ചിട്ടില്ല. ഒന്നും വേണ്ട, നിങ്ങൾ ഇസ്ലാമിക മതപണ്ഡിതന്മാരുടെ പ്രഭാഷണം എടുക്കും. വെറുതെ ഞാൻ കഷ്ടകാലത്തിന് 1-2 ആളുടെ കേൾക്കാൻ ഒരു ഭാഷ ഒരു രസമാണല്ലോ. ആ ഭാഷ ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടപ്പോൾ പിന്നെന്താ വെച്ചാൽ ഈ ഫേസ്ബുക്കിന്റെ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒന്ന് താല്പര്യത്തോടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ വരും. എൻ്റെ കയ്യിൽ ഈ ഇസ്ലാമിക പ്രഭാഷകങ്ങളാണ് വന്ന് നിറയാൻ തുടങ്ങി. ഒന്നുപോലും നമുക്കാർക്കും എതിരല്ല, അവർ തമ്മിലുള്ള വിഷയങ്ങളാണ്. അവർ തമ്മിൽ വിളിക്കുന്നേട്ടാ നമ്മൾ അന്തം വിട്ടു പോകും. അവർ കാഫറെന്നും മുനാഫിക്കെന്നും അവർ തമ്മിൽ തന്നെയാണ് പറയണത്. ഇങ്ങനെ ഒരു വിഷയവും ഹൈന്ദവ സമൂഹത്തിലില്ല. അവർക്ക് പിന്നെ നിങ്ങൾ എങ്ങനെ ആരാധിച്ചാലും എന്ത്, ഗുരുവായൂർ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം. ഗുരുവായൂർ എൻ്റെയാണെന്നുണ്ട്, ശബരിമലയിലുണ്ട്, ആരാധനാ രീതിക്കുണ്ട്, ജനനത്തിന്റെ ചടങ്ങുകൾ എങ്ങനെയാണ് വേണ്ടെന്നുള്ളതിന് തർക്കമുണ്ടോ, മരണത്തിന്റെ ചടങ്ങുകൾ എങ്ങനെയാണ് വേണ്ടെന്നുള്ളതിന് തർക്കമുണ്ടോ. ടീച്ചറോട് വേറെ വിഷയം സംസാരിക്കേണ്ട. അതായത് ഹിന്ദുവിൻ്റെതായ അറിവ് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നുള്ളതാണ്. അത്ര വലിയൊരു അറിവ് ഞാൻ കാര്യം എന്താ വെച്ചാൽ ഈ മുസ്ലിം സമുദായത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. രാഹുൽ ഈശ്വർ എന്റെ നല്ല സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ വാക്ക് എന്നെ കടമെടുക്കാം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകണം. ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണം. ഹിന്ദു സമുദായത്തിന് എവിടെയാണ് അത്തരം ഒരു കോച്ചിങ് കൊടുക്കുന്നത്? നമ്മള് മനുഷ്യൻ സ്വതന്ത്രനാണ്. ഞാൻ ഒരു മിനിറ്റ് കൂടെ, അതായത് ഞാനൊരു ശവമടക്ക ചടങ്ങിന് പോയി. എത്ര നിലവിളക്ക് വെക്കണം എന്ന് പോലും ആൾക്കൊരു ബോധമില്ല. അല്ല വേണ്ടെന്നേ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടെയാണ് മരിച്ചതെങ്കിൽ ഇവിടുത്തെ ചടങ്ങ് പ്രകാരം ചെയ്യുക. നിങ്ങളുടെ നാട്ടിലാണ് മരിച്ചതെങ്കിൽ അവിടെ ഒരു നിലവിളക്ക് നിങ്ങൾ വെച്ചോളൂ, ഒരു തിരി ഇടണോളൂ ഇട്ടോളൂ. ഇവിടെ 4 ആയിക്കോട്ടെ. എവിടെ മരിച്ചാൽ ചില ചടങ്ങുകൾ ചെയ്യണം എന്നതിനപ്പുറത്ത് ഇങ്ങനെ ചെയ്യാവൂ എന്നാരാ പറഞ്ഞിരിക്കുന്നത്? ആ വൈവിധ്യമാണ് ഹിന്ദുമതത്തിന്റെ സൗന്ദര്യം. നേരെ മറിച്ച് മറ്റവരുടെ പരിമിതി അതാണ്. അതിന്റെ പേരിലാണ് ഈ വഴക്ക് നടക്കുന്നത്. അതിന്റെ പേരിലാണ് അവർ പല പല തട്ടുകളായിട്ട് തിരിഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ഓരോ കാര്യത്തിലും മരിച്ചാൽ മറ്റത് എത്ര ചെയ്യണം, ഇത് ഒരു സംഗതി ഒരാൾ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയുള്ള അബദ്ധം. എന്തുകൊണ്ടാണ് ഇവർ ഒരുമിക്കാത്തെ? നമ്മുടെ ഇടയിൽ അല്ല, എന്തിനാണ് ഒരുമിക്കുന്നത്? കാരണം ഇതിനൊക്കെ എന്തിനാണ് ഒരുമിക്കുന്നത്? ഏത് നാട്ടിലാണോ ഏത് ക്ഷേത്രത്തിലാണോ അവിടുത്തെ ആചാരം പിൻപറ്റുക. നേരെ മറിച്ച് നമുക്ക് പരിമിതി എവിടെയെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നന്മയാണ്. രാഷ്ട്രീയമായി ഒരുമിക്കുന്നില്ല എന്നുള്ളൂ. ബാക്കി ഒരു വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തിനൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു തർക്കമില്ല ഹിന്ദുക്കൾക്കിടയിൽ. പക്ഷെ മറ്റുള്ളവർക്ക് അതല്ല, തർക്കം മാത്രമേ ഉള്ളൂ. അവർ ഭയന്ന് ജീവിക്കണം. അവർ ഇന്ത്യയിലായതുകൊണ്ടാണ്. ഇന്ത്യ അവർക്ക് ന്യൂനപക്ഷങ്ങളാണ് അവർ. ആ ഒരു ഭയം നിൽക്കുന്നതുകൊണ്ട് രാഷ്ട്രീയമായി അവർ ഒന്നിക്കുന്നു. വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി തീരുമാനിക്കുന്നു. ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർ അടിയാ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നടക്കുന്ന മുസ്ലിം ലീഗിൽ അടി നടക്കുകയാണ്. മുസ്ലിം ലീഗിന് അകത്തിപ്പടി നടക്കുകയാണ്. കാരണം മറ്റേ സ്റ്റാഫിൽ ഇവരെപ്പെടുത്തി PK ബഷീറിനെതിരെ അവരുടെ സ്ഥലത്ത് തന്നെ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. ഇതൊക്കെ അവരുടെ ഇടയിൽ വഴക്കിറക്കുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇനി എങ്ങാനും മറ്റൊരു കയറി വന്നാൽ നമ്മുടെ കാര്യം പോലോ എന്നുള്ള ഭയത്തിൽ ഒന്നിച്ച് വോട്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഒരു ഐക്യവും ക്രിസ്ത്യാനിറ്റിക്കിടയിലില്ല, മുസ്ലിമിനിടയിലില്ല. അവരെ ആകെ ഐക്യപ്പെടുത്തുന്നത് ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തോടുള്ള ഭയം മാത്രമാണ് അവരെ എന്തെങ്കിലും തരത്തിൽ ഐക്യപ്പെടുത്തുന്നത്. ഒരു ഐക്യമില്ല. അതിനേക്കാൾ ഫാർ ബെറ്ററാണ് ഹിന്ദു സമൂഹത്തിനിടയിൽ ഐക്യം. ഒറ്റ കാര്യമുള്ളൂ, ആലങ്ക പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായപ്പുണ്ണ എന്ന് പറഞ്ഞ മാതിരി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും അവിടെ തന്നെയാണല്ലോ ഈ പ്രശ്നം. ടീച്ചർ, അവിടെ തന്നെയാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അതായത് ഒരുമിക്കുക എന്നുള്ളതിനാണല്ലോ പ്രാതിനിധ്യം കൊടുക്കണ്ടേ. അതായത് ഒരുമിക്കുന്നില്ല എന്നുള്ള ആ ഒരു പ്രശ്നം. അത് രാഷ്ട്രീയമായി ഒരുമിക്കുന്നില്ല. ഹിന്ദു സമുദായത്തിന് കുറച്ച് നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് ഹിന്ദു സമുദായത്തിന് ആനുകൂല്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറയുന്ന പാർട്ടിയാണ് BJP. എന്തുകൊണ്ട് BJPയിലേക്ക് ഹിന്ദു സമുദായം പോകുന്നില്ല? അല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിട്ട്. എല്ലാ പാർട്ടിക്കും എല്ലാവരോടും തുല്യത ഉള്ള ഒരു ഉദാഹരണം വന്നാൽ മതി. ഇപ്പൊ ഹിന്ദു സമൂഹത്തോട് ഇപ്പൊ BJP ഹിന്ദു സമൂഹത്തോട് മാത്രമായിട്ട് അനുഭവം കാണിക്കരുത്. കാരണം അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ ഹിന്ദു സമുദായത്തോട് മാത്രം അവകാശം കാണിക്കരുത്. കാരണം ഒരു ഭരണാധികാരി എല്ലാവരോടും തുല്യമായി പെരുമാറണം. ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് തുല്യമായി പെരുമാറാത്ത അവസ്ഥയാണ്. തുല്യമായി പെരുമാറാത്ത അവസ്ഥയാണ് ചോദ്യം ചെയ്യുന്നത്. അതാണ് താങ്കൾ പൊളിറ്റിക്സ് തിരഞ്ഞെടുക്കാത്ത. അല്ല, തുല്യമായി രാഷ്ട്രീയത്തിൽ തുല്യമായി പെരുമാറണം. ഭരണാധികാരികൾ തുല്യമായി പെരുമാറാൻ മടിച്ചിട്ടല്ല ഞാൻ പോവാം. താങ്കൾ തുല്യമായി പെരുമാറണം എന്ന് പറയുമ്പോൾ എന്തായാലും തുല്യമായി പെരുമാറുന്ന രീതിയിലേക്ക് തുല്യമായി പെരുമാറാത്ത രീതികൾ ഉണ്ടാവുന്ന സമയത്ത് വിഷമമുണ്ടോ? ഭരണാധികാരികൾ തുല്യമായി പെരുമാറാത്ത രീതിയെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിന്റെ ആചാരത്തിനെതിരെയോ ക്രിസ്ത്യാനിയുടെ ആചാരത്തിനെതിരല്ല. മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, പാഴ്സി ആകട്ടെ, ജൂതനാകട്ടെ, ഈ നാട്ടിലെ പൗരന്മാർക്ക് ഒരു നിയമം വേണം, ഒരു ആനുകൂല്യം വേണം, ഒരു അവസരം വേണം.